വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡുവില്ലേ, അതുപോലെയുള്ള ഒരു നാടൻ പലഹാരമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിയാണ് വേണ്ടത്. അത് ഏത് അരി വേണമെങ്കിലും എടുക്കാം. മട്ട അരിയോ കുറുവ അരി അല്ലെങ്കിൽ റേഷൻ അരി ആയാലും എടുക്കാം. പച്ചരി എടുക്കരുത്, അത് നമുക്ക് വറുത്തെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഇതിപ്പം ഒരു പകുതി ഭാഗമേ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുള്ളൂ. എല്ലാ അരിയും ഒരേപോലെ നമുക്ക് നല്ല രീതിയിൽ വറുത്ത് കിട്ടണം. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിതുപോലെ കളറൊക്കെ മാറി നന്നായിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ആയി കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ഇതെല്ലാം തണിയാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാതെ നമുക്കിത് പകുതിയായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് ഒരു റവേൻ്റെ തരി മാത്രമേ ഉണ്ടാകാവേ. അങ്ങനെ 2 പാർട്ടായിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഒരു പാർട്ടാണ്. ഇനി അടുത്ത പാർട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം നമ്മൾ പൊടിച്ച് നൈസായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരവിയതാണ് വേണ്ടത്. അത് 2 തേങ്ങ വേണം. 2 മീഡിയം സൈസിലുള്ള തേങ്ങ ചിരവിയെടുക്കണം. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 700 ഗ്രാം പൊടിച്ച ശർക്കരയാണ് നമുക്ക് വേണ്ടത്. അത് കല്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ശർക്കര. അത് നന്നായിട്ട് പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അതായത് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് തേങ്ങ കടിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ നന്നായിട്ട് ഈ തേങ്ങയും വെല്ലവും തമ്മിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. അങ്ങനെ ഈ ചിരകി വെച്ച എല്ലാ തേങ്ങയും എല്ലാ വെല്ലവും കൂടെ ഇട്ടിട്ട് 700 ഗ്രാം വെല്ലവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നമുക്ക് നേരിട്ട് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2-3 പാർട്ടായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ ഇടുന്നു, കുറച്ച് വെള്ളം ഇടുന്നു, ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതിലുപോലെ ചേർത്ത് എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കിതുപോലെ ഈ പൊടിയിലേക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയും വെല്ലവും എല്ലാം തേങ്ങയും എല്ലാം തമ്മിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് ഉരുട്ടിയെടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ചൂട് ചായക്കൊപ്പം മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ടയാണിത്. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.